ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് അറിയാമോ? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. 28 സംസ്ഥാനങ്ങൾ. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടെന്ന് അറിയാമോ? ഇന്ത്യയിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഏതാണ്? ഗോവയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ഏതാണ്? ജമ്മു കാശ്മീരാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. ഏതാണ്? ലക്ഷദ്വീപാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ഏതാണ്? ബീഹാറാണ്. അതുപോലെ തന്നെ ഏറ്റവും ദരിദ്ര സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനം ബീഹാറാണ്. ഏതാണ്? ബീഹാറാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കേട്ടോ, അതുപോലെ ഇന്ത്യയുടെ കേട്ടോ, ബീഹാറിലെ ഭാഷ ഏതാണ്? ബീഹാറിലെ ഭാഷ ഹിന്ദിയാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ ഭാഷ മറാത്തിയാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. അതുപോലെ തന്നെ അപ്പം ഏറ്റവും സാക്ഷരത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും സാക്ഷരത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ഏതാണെന്ന് അറിയാമോ? റേഡിയോ ശ്രീ. ഏതാണ്? റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. ഒരു ലിങ്ക് ക്വസ്റ്റ്യൻ പറഞ്ഞാണ് കേട്ടോ.